ഹലോ ഗായ്സ്, മലയാളി ഗെയിമിങ്ങിൻ്റെ അടുത്തൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ പുതിയ ലെറ്റ്സ് പ്ലേ സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇതാ നമ്മൾ അടിച്ച സീഡിൽ തന്നെ ഇവിടെ വെറുതെ ഒന്ന് അടിച്ചു നോക്കിയതാണ്. ഇതാ ഇവിടെ തന്നെ വില്ലേജ് ഉണ്ട്, തൊട്ടടുത്ത് ഓഷ്യനൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ നെതർ പോർട്ടിൽ ഇവിടെ കുറച്ച് വീറ്റ് ഉണ്ട്. വീറ്റ് നമുക്ക് ബ്രെഡാക്കാം. നമുക്ക് ആദ്യം മരം വെട്ടിക്കാണ്ട് തുടങ്ങാം. ഇവിടെ തന്നെ ഒരു മരം വെട്ടിയേക്കാം. ഈ മരം ഒന്ന് വെട്ടിക്കട്ടെ. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു ആക്സൊക്കെ ഉണ്ടെങ്കിൽ ഇത് സുഖമായില്ലേ. ചിലപ്പോൾ അടുത്ത കുറച്ച് മോഡുകൾ ആഡ് ചെയ്യാൻ സാധ്യത ഉണ്ട്. മോഡ് ഞാൻ നോക്കി വെച്ചേക്കണ്. അപ്പോൾ നമുക്കിതാ ഇത് പ്ലാങ്ക് ആക്കിയിട്ട് ക്രാഫ്റ്റ് ടേബിൾ ഉണ്ടാക്കുക. കുറച്ച് സ്റ്റിക്ക് ഉണ്ടാക്കിയിട്ട് ഒരു പിക്കാക്സും ഉണ്ടാക്കിയേക്കാം. ഇനിയിപ്പോൾ ഇത് ഇവിടുന്ന് നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ അവസാനം വരെ ആവശ്യമുള്ള സാധനമാണ്. ഇത് ഇനി എടുത്തേക്കാം. ഇവിടുന്ന് കുറച്ച് ഇതിൻ്റെ സാപ്ലിങ് കളക്ട് ചെയ്യണം. ഇന്ന് വീണൊന്നുമില്ല, നമുക്ക് ഇടിച്ചു പൊട്ടിച്ചാലോ. നമുക്ക് ഈ ചെസ്റ്റിൽ എന്തുണ്ട് നോക്കാം. ഒരു ഹെൽമെറ്റ് ഉണ്ട്, അതുപോലെ ചെസ്റ്റ് പ്ലേറ്റ് ഉണ്ട്, 2 ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീൽ, അതുപോലെ തന്നെ ഒരു ഹോൺ തോന്നുന്നു. ഇവിടെ നമുക്ക് ആവശ്യമുള്ള സബ്സിഡി ഇവിടെ തന്നെ ഉണ്ട്, മുന്നിൽ തന്നെ ഉണ്ട്. ഇപ്പോൾ സ്റ്റോൺ മൈൻ ചെയ്യണം. അപ്പോൾ സ്റ്റോൺ മൈൻ ചെയ്യുക, അവിടുന്ന് മൈൻ ചെയ്യുക. അടിയിൽ കുയില വിചാരിക്കുന്നു. ഇവിടുന്ന് അങ്ങനെ മൈൻ ചെയ്തെടുത്തേക്കാം. കുറച്ച് നമ്മളെ മറ്റേ വേൾഡ് ഡിലീറ്റ് ആക്കാൻ കാരണം തന്നെ അതിൽ ഈ വില്ലേജസ് ഞാൻ കൊടുന്ന് അയൺ ഫാം ഉണ്ടാക്കി, പിന്നെ കുറേ പാത്താക്കി. എത്ര പാത്തുകളൊക്കെ ആക്കിയിട്ടും അയൺ ഗോളം ഗ്രൗണ്ടിൽ തന്നെ സ്പോണാവും. ആകെ ബഗ്ഗായി, ലേഗായി, ഗെയിമിൽ കയറാൻ പറ്റാതായി, മീൻസ് വേൾഡിൽ കയറാൻ പറ്റാതായി. അങ്ങനെയാണ് നമ്മൾ ആ വേൾഡ് ഡിലീറ്റ് ചെയ്തത്. നമ്മളെ പിക്കാക്സ് പൊട്ടിയിട്ടുണ്ടാവും. നമുക്ക് 58 കോബിൾ സ്റ്റോൺ കിട്ടിയിട്ടുണ്ട്. പിന്നെ അവിടെയുള്ള വീറ്റൊക്കെ ഈ മണ്ടന്മാർ അടിച്ചുകൊണ്ട് പോയി. ആ മണ്ടന്മാർ വീറ്റ് കൊണ്ടുപോയി. എന്നിട്ട് സീഡ് നട്ടുകയാണ്. ഇതിനെന്താ പറയുക, റിവീലോ അങ്ങനെ എന്തോ അല്ലേ, ഓർമ്മയില്ല കറക്റ്റ് ആണ്. നമുക്കിതിൽ എക്സ്പ്ലോർ ചെയ്യൊക്കെ ചെയ്യാൻ നോക്കാം. ഇവിടെ ഒരു അയൺ കണ്ട്. ഇവിടെ ഇപ്പം എന്താ ലൂട്ടാൻ മാത്രം ഒന്നും ഇല്ല തോന്നുന്നു. അവിടെ ഒരു ബ്ലാക്ക് സ്മിത്ത് ഉണ്ട്, അവിടെ ചെന്നോക്കാം. അവിടെ എന്തുണ്ടെന്ന് അറിയില്ല. അവിടെ ചെസ്റ്റ് ഉണ്ടല്ലോ. ഗൈസ്, നമുക്ക് 6 ഡയമണ്ട് ഫസ്റ്റ് തന്നെ കിട്ടി. നമ്മൾ ഡയമണ്ട് മൈനിങ്ങിന് പോലും പോയിട്ടില്ല. നമുക്ക് പോർട്ടൽ ഓണാക്കാനുള്ള 5 ഒബ്സിഡിയനും കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഗോൾഡൻ കാറ്റ് കിട്ടിയില്ലേ, ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. ഇപ്പോൾ നമുക്ക് കുറച്ച് നേരത്തുള്ള ഫുഡ് ഇനി ഫ്ലിൻറ്റാസിലേക്ക് വെച്ചേ കുറച്ച് വന്ന്. നമുക്ക് ഇനിയിപ്പോൾ ഒരു ബേസ് സെറ്റ് ചെയ്യണം. ബേസ് മീൻസ് ഒരു തട്ടിക്കൂട്ട്. നമ്മളെ വലിയ എവിടെയെങ്കിലും ചെയ്യാനുള്ള പോലെ ഒരു ബെഡ്, 2 ഡബിൾ ചെസ്റ്റ്, ഒരു ഫർണസ്. ഇത് വെച്ചാണ്ടല്ലേ എല്ലാ വീഡിയോയിലും ഞാൻ ചെയ്യില്ലേ, അതുപോലെ തന്നെ ഈ വീഡിയോയിലും ചെയ്യും. നമ്മളെ ഫോണൊന്ന് ലേഗായി റെഡിയായി. ഇവിടുത്തെ ബെഡ് അങ്ങ് പൊട്ടിച്ചെടുത്തേക്കാം. നമുക്ക് കിടന്നുറങ്ങണമെങ്കിൽ ബെഡ് പൊട്ടിച്ചേക്കാം. ഇവിടുത്തെ കുറച്ച് വീട്ടിരിക്കണം, ഇതും കൂടി പൊട്ടിച്ചെടുക്കാം. അതുപോലെ ഇന്നത്തെ ഗോള് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ഒരു തട്ടിക്കൂട്ട്, ഒരു ഹോം, അതുപോലെ 2 ഏതെങ്കിലും ഒരു സ്റ്റാർട്ടർ ഫാമും ചെയ്യാം. നമുക്കിപ്പോൾ ഇവിടെ ഉള്ളത് വെച്ച് ഒരു ബീറ്റ്റൂട്ടും അതുപോലെ വേറെ സാധനം എന്താ
വീറ്റ് വെച്ച് കണ്ട ഒരു ഫാം ഉണ്ടാക്കണം. എവിടെ ഇപ്പോൾ വെക്കാൻ പറ്റിയ സ്ഥലം നോക്കട്ടെ. ഇതാ ഇവിടെ കൊള്ളാലോ, ഇവിടെ വെച്ചേക്കാം. ഫോട്ടോഗ്രാഫിൻ്റെ ടേബിളൊക്കെ, ബെഡ്, അവിടെ റീസ്പോൺ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ചെസ്റ്റ് ഉണ്ടാക്കുള്ളൂ അല്ലേ. നമുക്കുള്ള ബാക്കിയുള്ള സാധനം മുഴുവൻ പെട്ടിക്ക് വെച്ചേക്കാം. ഒരു ഡൈമിൻ്റെ സാർമർ ഉണ്ട്. പിന്നെ ഫുഡ് എടുത്തേക്കാം. നമുക്ക് ഇനിയിപ്പോൾ എന്താ ഉണ്ടാക്കാനുള്ളത്? സ്റ്റോണിച്ച് ഉണ്ടാക്കാം. ഒരു പിക്കാക്സ് ആവശ്യമുണ്ട്, ഒരു സോഡ്, ഒരു എക്സ്. പ്രൊട്ടക്ഷൻ ഉണ്ട്, ഫയർ പ്രൊട്ടക്ഷൻ ഉണ്ട്. അത് മതി ഇപ്പം തൽക്കാലത്തിന്. ഇപ്പം ഇതങ്ങോട്ട് മാറ്റിയേക്കാം. ഇതൊന്ന് ശരിയാക്കി കേട്ടെ. ഇനിയിപ്പോൾ എന്താ വേണ്ടുള്ളത്? ഫർണസ് വേണം. ഇനിയിപ്പോൾ ഫുഡ് കിട്ടിയാലും കുക്ക് ചെയ്യാൻ. ഇവിടെ ഫുഡുണ്ട്, ഇത് ഇവിടെ വിട്ടെടുത്തേക്കാം. നമുക്ക് ചെസ്റ്റിൻ്റെയും കൂടി ആവശ്യമുണ്ട്. ചെസ്റ്റിൽ നമുക്ക് തേൻ തോന്നുന്നില്ല, അങ്ങനെ അത് കൊടുത്തിട്ടുണ്ട്. ഇതാ പിന്നെന്താ, ഈ സാപ്ലിങ് വേണം. ഇവിടെയുള്ള കവുനൊക്കെ തട്ടിയേക്കാം. പിന്നെ ഇവിടെ പുറത്ത് എന്തോ സവാനുണ്ട്. സവാൻ ഇതാക്കണ്ട, സവാനുണ്ട്. നമുക്ക് പിന്നീട് അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യാനൊക്കെ പോവാം. ഇവിടെ ഒരു മരം കൂടി ഉണ്ട്, ഇതും കൂടി വെട്ടിയേക്കാം. ഈ വീഡിയോയിൽ കുറച്ച് തെറ്റൊക്കെ ഉണ്ടാകും, നിങ്ങൾ ക്ഷമിക്കേണ്ടി വരും. പക്ഷേ ഞാൻ കുറേ ആയിപ്പോൾ വീഡിയോ ഇട്ടിട്ട് എന്തൊക്കെയെന്ന് എനിക്ക് പറയേണ്ട ഒരു പിടുത്തമില്ല. എനിക്കെന്താ പറയേണ്ടത് പോലും അറിയില്ല വീഡിയോയിൽ. ഇപ്പോൾ ഈ സാപ്ലിങ് ഇവിടെ നട്ടേക്കാം. ഇവിടെ ഇതിൻ്റെ സാപ്ലിങ് കിട്ടുമോ? സാപ്ലിങ് അതവിടെ ഒന്ന് കണ്ടിക്കണ്, ഒന്നേ ഉള്ളൂ, രണ്ടെണ്ണം കിട്ടി. ഇനി കുറച്ച് നമുക്ക് സീഡ് ഒപ്പിക്കണം. നമുക്കിപ്പോൾ ഫാം സെറ്റ് ചെയ്യണമെങ്കിലും പെട്ടെന്ന് അതാ മരം വീണ് വളർന്ന്. ഈ മരം വെട്ടിയേക്കാം. നമ്മളിവിടെ നിന്നപ്പോൾ തന്നെ ഒരു മരം വളർന്നിട്ടുണ്ട്. ചോപ്പ് ചെയ്യുക, ചോപ്പിങ്. സീഡാണ് വേണ്ടത് നമുക്ക്. അങ്ങനെ ഇതാ നമ്മൾ വീറ്റ് ഫാം ചെയ്യാനുള്ളതിനൊക്കെ കുറച്ച് സീഡായിട്ടുണ്ട്. ഇതാ നൈറ്റ് ആയാലും തുടങ്ങി. നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങി. നമ്മളെ ഫസ്റ്റത്തെ ഡേ ആണ് നമ്മൾ ഉറങ്ങണേ. സ്ലീപ്പിംഗ് ത്രൂ ദ നൈറ്റ്. അങ്ങനെ ഇതാ നമ്മൾ ആപ്പിൾ തിന്നുകയാണ്. ഇതാ ഇവിടെ ഇതാ 2 പശുണ്ട്, അങ്ങനെ അങ്ങോട്ട് തട്ടിയേക്കാം. 2 തട്ടിയിട്ടുണ്ട്. നമുക്കിനി റിവീൻക്കല്ലേ ഇറങ്ങാൻ നോക്കാം. ചാടി ചാവൂ, ടെസ്റ്റ് ചെയ്യണോ? ഇവിടെ കുറച്ച് വാട്ടർ ഉണ്ട്. അയ്യോ, ഓ ഗൈസ്, 2 ഹാർട്ട് അവിടുന്ന് ചാടിയപ്പത്തിന്. പിന്നെ ഇവിടെ അയണിപ്പം ഉണ്ടോ നോക്കട്ടെ. നമ്മൾ മെയിനായിട്ട് ഇതിലേക്ക് ഇറങ്ങിയത് അയൺ ഉണ്ടോ നോക്കാൻ തന്നെയാണ്. അത് കുറച്ച് ഇവിടെ കോളിരിക്കണം. ഈ കോളിടത്തേക്ക് നമുക്ക് ടോർച്ച് ചെയ്യാനുള്ളതാണ്. പിന്നെ നമുക്കിപ്പോൾ എന്ത് കിട്ടിയാലും സ്മെൽറ്റ് ചെയ്യണമെങ്കിലും ഫുഡ് കുക്ക് ചെയ്യണമെങ്കിലും വരെ കോള് വേണം. ഇതങ്ങനെ മൈൻ ചെയ്തെടുത്തേക്കാം.
അങ്ങനെ നമുക്ക് കുറച്ച് അയണല്ല കൂള് കിട്ടി. ഇതാ ഞാൻ ഇവിടെയുള്ള അയണ് ശ്രദ്ധിച്ചില്ല. ഇപ്പോൾ ഇവിടെ മൊത്തത്തിൽ എത്രയുണ്ട്? 3 4 5 ഇനിയുണ്ടോ? 6 7 8 അയൺ കിട്ടിയിട്ടുണ്ട് ടോട്ടല്. പിന്നെ 20 കോളും കിട്ടിക്കണ്. എന്താ ഫുഡൊക്കെ തീരെ തുടങ്ങി. പെട്ടെന്ന് നമുക്ക് വീറ്റ് ഫാം സെറ്റ് ചെയ്യണം. അതിൻ്റെ മുകൾക്കൊന്നും ഇല്ല തോന്നുന്നു. എന്താ ഈ വെള്ളത്തിലൂടെ മുകളിലോട്ട് കയറിയാലോ? നമുക്ക് ആ സൈഡ് കൂടി ഒന്ന് പോയിട്ട് വരാം ആദ്യം. ഇവിടെ ഇങ്ങോട്ട് കയറണ്ടേ? ഇവിടെ ഒരു കേവാണല്ലോ. അടിക്ക് മുകളിലോട്ടും കേവാ. ടോർച്ച് ഉണ്ടാക്കിയേക്കാം. 12 ടോർച്ച്. ഇവിടെ പച്ചപ്പൊക്കെ ഉണ്ടല്ലോ. ഇത് ഗ്രൗണ്ട് ഭാഗമാണ് തോന്നുന്നത്. അടിക്ക് ഇറങ്ങണോ? ഇറങ്ങി നോക്കാം. എന്തെങ്കിലും കിട്ടിയാലോ. അവിടെ ഒരു സ്കെൽട്ടൻ നിൽക്കുന്നു. ഞാൻ ഇല്ല, ഇപ്പം പോണില്ല. പോണില്ല, ഞാൻ പോണ്. മുകളിലോട്ട് കയറണ്ടേ? ഇങ്ങനെ കയറുക. പോക്കച്ച് കയറിയാലോ? ഈ വെള്ളത്തിലൂടെ അങ്ങോട്ട് കയറി വെക്കാം. ഇവിടെ അറ്റം പോവും. എന്നിട്ട് അവിടെ നിന്ന് മുകളിലോട്ട് കയറാൻ പറ്റുന്നില്ലല്ലോ. കയറുന്നില്ല. കയറി മുകളിലോട്ട് കയറുന്നത്. ഇതാ മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം മുകളിലെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്ലോക്ക് വെച്ച് മുകളിൽ കയറാം. ഇല്ലെങ്കിൽ പൊട്ടിച്ച് കയറിയാലോ? ഇവിടെ ഒരു അയ്യണ് കണ്ടിരുന്ന്. അതാ കണ്ട അവിടെ. അയ്യോ, വീണ്ടും അടി പോയി. ഇവിടുന്ന് മുകളിലേക്ക് ആദ്യം ഈ പണി എടുത്താൽ മതിയായിരുന്നു. ഒരു അയ്യണുള്ളൂ. എന്തോ ഇത്. ആകെ ഒരു അയ്യണുള്ളൂ തോന്നുന്നു. സുധിനെ മോജാങ്കൾ പറ്റിച്ച മാതിരി. സുധി പറയും ബാക്കിലോട്ട് ഒരു 5-8 ഡയമണ്ട് കാണുന്നു. അതുപോലെ ആയി ഇപ്പോൾ ഞാൻ. ഒരു അയണിന് വേണ്ടി ഞാൻ ഇത്ര അങ്ങോട്ട് ചാടി. ഇതാ മുകളിലോട്ട് എത്തിക്കണം. ഇനിയിപ്പോൾ ഏതായാലും ബ്ലോക്ക് വെച്ച് കയറാം. പിന്നെ നമ്മൾ മുകളിലെത്തി. പുറത്തേക്കൊന്നും ചാടണ്ട, നേരെ വഴി പോവാ. നമ്മുടെ ആശാൻ അപ്പുറത്ത് നിൽക്കുന്നു. കുറച്ചും കൂടി സീഡ് കിട്ടിയാൽ കൊള്ളാം. ഇപ്പം നമുക്ക് ഇതിലോട്ട് ഉരുക്കാൻ വെക്കാം. ഒരു ഫർണസ് ഉണ്ടാക്കിയ സ്മോക്കറൊക്കെ നമുക്ക് നമ്മളുടെ ഫുഡ് കുക്ക് ചെയ്യാൻ വെക്കാൻ. ഇതിൽ നിന്ന് കുറച്ച് കൂളെടുക്കണം. ഇതിങ്ങനെ വെച്ചാൽ ശരിയാവില്ലല്ലോ. ഇതെന്തോ ഒരു സുഖമില്ലാത്ത മാതിരി. ഇങ്ങനെ നിന്നോട്ടെ. ഇത് പൊട്ടിക്കട്ടെ. ഇവിടെ ഇരിക്കെ. നമുക്ക് കൂളെടുക്കണം. കുറച്ച് ഒരു കൂളല്ല, കുറച്ചൊരു 6 കൂളെങ്കിലും മിനിമം വെച്ചിട്ട് കത്തിച്ചേക്കാം. നമുക്ക് 5 അയൺ ഉരുക്കി കിട്ടിയാണ്. ഇതുകൊണ്ടൊരു ബക്കറ്റ് ഉണ്ടാക്കുക. പിന്നെ ബാക്കിയുള്ള അയൺ ജസ്റ്റ് വെക്കാം.
3 സ്റ്റീക്ക് കിട്ടി. ബീഫ് ഇവിടേക്ക് ഇറങ്ങാനൊരു ചെറിയൊരു വഴി സെറ്റ് ചെയ്യണം, പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. നമുക്കിപ്പോൾ പെട്ടെന്നിപ്പോൾ സീഡൊപ്പിച്ചതേ വഴിയുള്ളൂ. ഇതിങ്ങനെ വെച്ച് ഗ്രാസ് പൊട്ടിക്കട്ടെ. ഇനി ഞാൻ ആ ഫാം റെഡിയാക്കുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതുവരെ ഞാനൊന്ന് സീഡൊന്ന് കളക്ട് ചെയ്താട്ടെ. വീഡിയോൻ്റെ ഇടയിൽ പറയുമ്പോൾ പെട്ടെന്ന് ആവുന്നുണ്ട്, പെട്ടെന്ന് എന്നുള്ളത്. ഇനിയിപ്പോൾ ഇവിടെ നമുക്കിവിടെ വെള്ളം ഒഴിക്കണം. ഇവിടെ റെഡിയാവും തോന്നുന്നില്ല, കുറച്ചും കൂടി ഇങ്ങോട്ടാക്കിയിട്ട് ഒഴിക്കാം വെള്ളം. ഇവിടെ ഇപ്പോൾ ബ്ലോക്ക് വെച്ചേക്കാം. ഇപ്പോൾ ഇങ്ങനെ ഇത് ഞാൻ വീഡിയോ എടുത്തതിൻ്റെ ശേഷം വോയിസ് ഓവർ കൊടുക്കുന്നതാണ്. അതിൻ്റെ ശേഷം കൊടുക്കാൻ പറ്റുള്ളൂ. നമുക്ക് ഫുള്ള് നട്ട് വെച്ചേക്കാം. നട്ടിട്ട് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഒരു 2-3 വീറ്റല്ല സീഡ് വേണം ഇവിടെ വെക്കാൻ. ഈ ബ്ലോക്കൊക്കെ ഇവിടെ നിന്ന് പൊട്ടിച്ച് ഒഴിവാക്കിയേക്കാം. ഇതവിടെ നിന്ന് പൊട്ടിച്ച് ഒഴിവാക്കിയിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇനിയിപ്പോൾ സെറ്റ് ചെയ്യാനുള്ളത് അവിടെ കുറച്ച് ബീട്രൂട്ട് സീഡ് ഇരിക്കുന്നുണ്ട്. അത് കൊടുന്ന് ഇവിടെ ബീട്രൂട്ട് ഫാം സെറ്റ് ചെയ്യാൻ നോക്കാം. വില്ലേജർമാരുടെ അടുത്തുണ്ട് തോന്നുന്നു അവിടെ. ബീട്രൂട്ടിൻ്റെ പകരം ഇനി വീറ്റിൻ്റെ സീഡ് നടരുത്. നട്ടനപ്പോൾ മൂഞ്ചും. എന്താ ഈ സീഡ് മുഴുവൻ കളക്ട് ചെയ്യാൻ വിടുന്ന ആദ്യം. അവന്മാർ പിന്നെയും നടന്നു. ഇവിടെ ഉള്ളതൊക്കെ ഞാൻ കൊണ്ടുപോകും. ഈ ഇത് വെച്ചിട്ട് നമുക്കിപ്പോൾ ഇവിടെ തന്നെ നമുക്ക് അമ്മമാരെ ബ്രീഡ് ചെയ്ത് കണ്ട് നമുക്ക് ഫുഡിനുള്ളത് ഉണ്ടാക്കാം. ഇതാ കുറച്ച് ഇങ്ങോട്ടാക്കിയിട്ട് ഇവിടുന്ന് ഫുള്ള് ഇതുപോലെ ഫാം ലാൻഡ് ആക്കുക. ഇനി ഫുള്ള് കണക്ട് ചെയ്തേക്കാം. ഫുള്ള് നമ്മളെ കൈക്കുള്ള ഹോബ് ഇട്ടിട്ടുണ്ട്. ഇനി വേറൊരു ഫോൺ ഉണ്ടാക്കിയിട്ട് നമുക്കിവിടെ ഫുള്ള് ടിൽറ്റ്. നമ്മളേക്കിൽ കുറച്ച് സീഡായിട്ടുള്ളൂ. ഇത് വെച്ചിവിടെ തയ്യോന്നറിയില്ല, അത് തന്നെ ഉള്ളൂ. അങ്ങനെ ഇപ്പോൾ ഇതന്നെ ഉള്ളൂ നമ്മളടുത്ത ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്കും സബും ഷെയറും ചെയ്യണേ. അടുത്തൊരു വീഡിയോയിലുമായി വരുന്നവരെ